ഹലോ ഡിയേഴ്സ്. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആയാലോ. ഇന്ന് ലാസ്റ്റ് ഡേ ഓഫ് കോളേജാണ് കേട്ടോ. ഈ സെമസ്റ്ററിൻ്റെ എക്സാം ആവാറായി. അപ്പം അതിൻ്റെ ലാസ്റ്റ് ഡേ സൈനിങ്ങിന് വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ രാവിലെ ഇതാ ദോശയും കടലക്കറിയും ഒക്കെ ആയിരുന്നു. കാപ്പിയൊക്കെ കുടിച്ച് റെഡിയായി ബാഗുമൊക്കെ എടുത്ത് അങ്ങനെ നമ്മളിതാ കോളേജിലോട്ട് പോവാണ്. ഇതാ വാപ്പ നേരത്തെ വണ്ടിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഷൂ ഇടാം. ഷൂ ഒക്കെ ഇട്ട് നമ്മൾ സ്കൂട്ടിയിൽ കയറി സ്റ്റോപ്പിലോട്ട് പോവാണ്. ഇന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ട് ബസ്സിലൊക്കെ നല്ല തിരക്കുണ്ടായിരിക്കും. ഒന്ന് തിരക്ക് കുറഞ്ഞപ്പോൾ ഞാൻ ഫ്രണ്ടിൽ വന്ന് നിൽപ്പുണ്ട്. ഇനിയിപ്പോൾ ആറ്റിങ്ങലെത്തി. ഇവിടെ നിന്ന് നമുക്ക് കോളേജ് ബസ്സിൽ കയറണം. നമ്മൾ ബസ് ഇട്ടേക്കുന്നത് KSRTC സ്റ്റാൻഡിൻ്റെ അടുത്താണ്. അപ്പോൾ കുറച്ച് നടന്നിട്ട് വേണം ബസ്സിൻ്റെ അടുത്ത് എത്താനായിട്ട്. അങ്ങനെ ബസ് എത്തി. ആലപ്പുഴയിൽ നിന്ന് കൊണ്ടുവന്ന് കുറച്ച് ചോക്ലേറ്റ്സ് കൊണ്ടുവന്ന് ഇതാണ് നമ്മുടെ സീനിയർ എത്താ. പുള്ളിക്കാരിക്ക് കൊടുത്തിട്ട് അഭിപ്രായം പറയുന്നതാണ് കേൾക്കുന്നത്. അങ്ങനെ നീണ്ട 1 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മുടെ കോളേജിലെത്തി. ഇതിനകത്തോട്ട് എൻട്രി ഇല്ല. ഈ കാണുന്ന ബോക്സിൽ വെച്ചിട്ട് വേണം ഇനി ഉള്ളിലോട്ട് പോവാൻ. അപ്പം നമുക്ക് സൈനിങ്ങിന് ശേഷം കാണാം. അങ്ങനെ എല്ലാ സബ്ജക്റ്റും സൈനൊക്കെ ചെയ്ത് നമ്മളിതാ കോളേജിൽ നിന്ന് പോവാണ്. ഇതാണ് എൻ്റെ ഫ്രണ്ട് സുബഹാന. അങ്ങനെ വീണ്ടും ഒരു 6 മാസം കൂടി കഴിഞ്ഞു. അതിൻ്റെ എക്സാം ഉടനെ വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഫ്രണ്ട്സ് ഗ്യാങ്. ഇനി വെയിലത്തോട്ട് ഇറങ്ങാനുള്ളത് കൊണ്ട് നമ്മുടെ പ്രിയ ബേബി കുടയൊക്കെ നൂത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഒരു 15 ദിവസത്തേക്ക് കോളേജിനോട് വിട പറയുകയാണ്. ഇതാണ് നമ്മുടെ സ്ട്രോങ് ഗേൾ ശിവനന്ദന. എന്തോ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് എന്നെ പിടിച്ച് നിർത്തിയിട്ടുണ്ട്. മെഹന്തി ഡിസൈൻസിന് സമീപിക്കുക. മെഹന്തി ബൈ ഇസ. ഓക്കെ, പൊളിയാണ് അവള്. ഇത് പറയാനല്ല, നിങ്ങളടുത്ത് പറയാനായിരുന്നു ഉണ്ടായിരുന്നത്. കുട എടുക്കാത്തത് കൊണ്ട് 2 പേര് ഒറ്റ ഷോളിൽ നടന്നു പോകുന്നുണ്ട്. ഇതാണ് നമ്മുടെ സോനാപ്പി. നമ്മൾ 3 പേരും കുടയില്ലാതെ കരിഞ്ഞു പോകുമ്പം 2 പേര് മാത്രം കണ്ടാ കുടയും പിടിച്ച് പോകുന്നത്. അങ്ങനെ വെയിലൊക്കെ കൊണ്ട് ഒരു ഓട്ടോ എങ്ങനെയെങ്കിലും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചാവടിമുക്ക് വരെ എത്തണം. നമ്മൾ പിന്നെ ചാവടിമുക്കിൽ എത്തിയിട്ടുണ്ട്. എത്തിയപ്പോൾ തന്നെ നമുക്കൊരു ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇനിയിപ്പോൾ കോളേജ് ബസ്സില്ല, ഉച്ചയ്ക്ക് വിട്ടതുകൊണ്ട് എന്തായാലും KSRTCയെ ആശ്രയിക്കേണ്ടതാണ്. അങ്ങനെ ബസ്സിൽ കയറി ഒരു 1/2 മണിക്കൂർ ബ്ലോക്കിൽ കിടന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ നന്ദുമോള് ഫ്ലാറ്റായി. വീണ്ടും നമ്മൾ 1 മണിക്കൂറും കൂടെ കഴിഞ്ഞപ്പോൾ ആറ്റിങ്ങൽ സ്റ്റാൻഡിലെത്തി കേട്ടോ. ബസ്സിൽ നിന്ന് ഇറങ്ങിയതേ അറിയാവുള്ളൂ. എൻ്റെ പൊന്നു, എന്തൊരു വെയിലാണ്. കുടയാണെങ്കിൽ എടുത്തതുമില്ല. അങ്ങനെ മൊത്തം വെയിലും കൊണ്ട് അടുത്ത സ്റ്റാൻഡിലെത്തിയിട്ടുണ്ട്. ഞാൻ എൻ്റെ പോക്കറ്റിലൊരു മുട്ടായി ഇട്ടതിൻ്റെ അവസ്ഥയാണ് ഇത്. അങ്ങനെ അടുത്ത ബസ് കയറി ഞാൻ വീട്ടിലെത്തി. ഇനി പോയി കുളിച്ചിട്ട് വരാം. ടാറ്റാ.